ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി എന്നുള്ള നിലയ്ക്ക് റോസിഡെ അല്ലെങ്കിൽ റോസിഡ അല്ലെങ്കിൽ റോസല്ല എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ചെടിയെ പറ്റിയാണ് പറയുന്നത്. പൂക്കുന്ന സമയത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ദൃശ്യ വിരുന്ന് ഒരുക്കുന്ന ഒരു ചെടിയാണ് റോസിഡ്സ് അല്ലെങ്കിൽ റോസിഡെ എന്നറിയപ്പെടുന്ന റോസല്ല എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടി. 3-4 വകഭേദങ്ങളിൽ ഈ ചെടിയുണ്ട്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഡാർക്ക് മഞ്ഞയും ചുവപ്പും അതേപോലെ ലൈറ്റ് ഒരു പിങ്ക് കളറും ഒക്കെയാണ്. 3-4 വെറൈറ്റി ഉണ്ട് ഇതിന്. മാത്രമല്ല ഇതായത് കണ്ടില്ലേ, ഒരുപാട് തേനീച്ചകൾ വന്ന് തേൻ കുടിക്കാനായിട്ടൊക്കെ നല്ല ചെറുതേനീച്ചയെ ആകർഷിക്കുന്ന ഒരു സാധനമാണത്. ചെറുതേനീച്ചയെ ആകർഷിച്ചാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുതേൻ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല ചെറിയ പൂക്കളിൽ നിന്നെടുക്കുന്നതിനാൽ ഇത് അതിൻ്റെ ഗണത്തിൽ ചെറുതേനീച്ച കൃഷിക്കും ഉപയോഗിക്കുന്ന ഒന്നാണ്. പക്ഷേ എപ്പോഴും പോവില്ല, അത് പറഞ്ഞുതരാം. നിറച്ച് പൂക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ പൂത്തും മറിഞ്ഞ് കിടക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നമ്മൾ ആശ്രമ മൈതാനത്തൊക്കെ എക്സിബിഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ വലിയ പ്ലാന്റിനെയൊക്കെ കൊണ്ടുവന്ന് അവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് പൂക്കുന്ന സമയത്ത് നമ്മളിവിടെയുള്ള ചെടികളിലുള്ള നേഴ്സറികളിലുള്ള ചെടികളെല്ലാം തീരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇപ്പം തന്നെ അതാണ്ട് ഇത് ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതാണ്ട് ഇതിനെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. കണ്ടിട്ടില്ലാത്തവർ നേരത്തെയുള്ള വീഡിയോസ് കണ്ടു നോക്കാം. അതേപോലെ തന്നെ അതാണ്ട് ലൈറ്റായിട്ട് ബാർക്ക് മാത്രം ചുരണ്ടി എടുക്കുക. അത് കുറച്ചും കൂടെ ഹാർഡായിരിക്കും, വളരെ കെയർഫുള്ളായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഉണങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് ശേഷം ലൈറ്റായിട്ട് എടുത്ത് കളയുക. ഇതെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ്. നമ്മൾ എന്ത് സാധനം ബഡ്ഡിങ് ആണെങ്കിലും ഗ്രാഫ്റ്റിംഗ് ആണെങ്കിലും ലെയറിംഗ് ആണെങ്കിലും എന്തായാലും നിരന്തരമായ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് സക്സസ് ആവാൻ പറ്റൂ. എന്താ പറയുക, കണ്ടില്ലേ. അതേപോലെ തന്നെ ചകിരിച്ചോറ് അല്ലെന്നുണ്ടെങ്കിൽ അറക്കപ്പൊടി ആയാലും യൂസ് ചെയ്യാം കേട്ടോ. അറക്കപ്പൊടിയും ചാണകപ്പൊടിയും കൂടെ എടുത്തിട്ട് വേണമെങ്കിൽ നമ്മൾ സജ്ജീകരണം കാണിച്ചു തരുന്നതാണ്. അറക്കപ്പൊടിയൊക്കെ എടുത്ത് നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് നിന്ന് വെച്ച് കെട്ടാം. ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക. ഈ ടൈറ്റിനകത്താണ് കാര്യം. അതിനകത്ത് വെള്ളം ഉണ്ടായതിനാൽ വേര് പിടിക്കാൻ നല്ലതാണ്. അത് ടൈറ്റായിട്ട് നമുക്ക് ചെറിയ ഒരു മറ്റേ ചണനൂല് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് ശേഷമായിട്ട് ടൈറ്റ് ചെയ്ത് അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റ്, കണ്ടല്ലേ, ആ ഒരു കെട്ടിനകത്തിരിക്കേണ്ട കാര്യം. ടൈറ്റ് ചെയ്ത് കെട്ടുക. കുറേ പേരൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമേ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന് താഴെ വന്ന് കിടക്കുന്നതൊക്കെ കാണാം. പക്ഷേ അത് തളരരുത്, വീണ്ടും ചെയ്ത് നോക്കുക, സ്ഥിരമായി ചെയ്യുമ്പോൾ അതിന് ഒരു പ്രത്യേകത വരും. ഓക്കെ, അതെ, അത് ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് നമ്മളിവിടെ സൂക്ഷിച്ചു വന്നൊരു മദർ പ്ലാന്റ് ആണിത്. ഇത് വർഷങ്ങൾ പഴക്കമുള്ള പ്ലാന്റാണ്. അതേപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു കളറ് നമുക്ക് അറിയുന്നത് കാണാം. കണ്ടില്ലേ, ലൈറ്റായിട്ട് അതൊരു ട്രിക്കാണ്. അതിൻ്റെ മണ്ട പോവാത്ത രീതിയിൽ ലൈറ്റായിട്ട് അത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇതൊരു ആർട്ടാണ്. കറക്റ്റായിട്ട് അതിൻ്റെ തുമ്പ് കൊണ്ട് തന്നെ തൊലി ഇളക്കി കളയുക. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ടേ ലൈറ്റായിട്ട് ഒരു ഇച്ചിരി ഇപ്പോൾ അത് പെട്ടെന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡെറ്റോളോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഫംഗസൊക്കെ ഒന്ന് മാറ്റാനായിട്ട് യൂസ് ചെയ്യുക. ആ നൈഫിൽ നല്ല ഷാർപ്പായിട്ടുള്ള നൈഫായിരിക്കണം. അതേപോലെ തന്നെ ഒരു ഇതെടുത്തിട്ട് ചണനൂലെടുത്തിട്ട് ഒന്നുകൂടെ കെട്ടുന്നു. അതിനുശേഷം അറക്കപ്പൊടി, ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലാം കൊണ്ടിട്ട് മിക്സ് ചെയ്ത്, ഉപ്പില്ലാത്ത ചകിരിച്ചോറാണ് ബെസ്റ്റ് കേട്ടോ, എടുത്ത് നല്ലപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷമായിട്ട് വെച്ച് അതിനകത്ത് അതൊന്നും അത് കറക്റ്റായിരിക്കണം. അത് വെക്കുന്നതൊക്കെ ആയിരിക്കണം. കെട്ടൊരിടത്തും വന്നു കഴിഞ്ഞാൽ വെട്ടൊരിടത്തിരിക്കും, കെട്ടൊരിടത്തിരിക്കും. അത് ശ്രദ്ധിക്കണം. നല്ല ടൈറ്റ് ചെയ്ത് കൈ അവിടുന്ന് മാറുന്നില്ല, കണ്ടില്ലേ. അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിടന്നു കഴിഞ്ഞാൽ അതിലേക്കൂടെ ഇച്ചിരി വെള്ളം അതിനകത്തോട്ടൊക്കെ ഇറങ്ങും, കണ്ടില്ലേ. അതിനകത്ത് വെള്ളം നല്ല തങ്ങി നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്, കണ്ടില്ലേ. ടൈറ്റ് ചെയ്ത് അങ്ങ് കെട്ടുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇതേപോലെ തന്നെ ഉള്ള വീഡിയോസ് പുറകെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും കുമാർ നഴ്സറിയുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.